Advanced wiring systems and AC basics. Question number 1. Topic Alternating current basics. ഇന്ത്യയിലെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള AC സപ്ലൈയുടെ സാധാരണ ഫ്രീക്വൻസി എത്രയാണ്? ഓപ്ഷൻ എ 60 ഹെർട്സ് തെറ്റാണ്. ഇത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ സ്റ്റാൻഡേർഡ് ആണ്. ഓപ്ഷൻ ബി 50 ഹെർട്സ് ശരിയാണ്. ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി ബോർഡുകൾ KSEB ഉൾപ്പെടെ നൽകുന്ന AC സപ്ലൈ ഫ്രീക്വൻസി 50 ഹെർട്സ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. ഇതിൽ വരുത്താവുന്ന അനുവദനീയമായ ഡിഫറൻസ് പോയിന്റ് ±3% ആണ്. ഓപ്ഷൻ സി 100 ഹെർട്സ് തെറ്റാണ്. ഓപ്ഷൻ ഡി 0 ഹെർട്സ് തെറ്റാണ്. ഇത് DC കറണ്ടിൻ്റെ ഫ്രീക്വൻസിയാണ്. ഹിൻഡ് ഒരു സെക്കൻഡിൽ കറണ്ട് എത്ര തവണ അതിൻ്റെ ദിശ മാറ്റുന്നു എന്നാണ് ഫ്രീക്വൻസി കാണിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. ടോപ്പിക് AC വോൾട്ടേജ് വാല്യൂസ്. നമ്മുടെ വീടുകളിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അളക്കുമ്പോൾ കാണിക്കുന്ന 230 വോൾട്ട് AC എന്നത് വോൾട്ടേജിൻ്റെ ഏതു വാല്യൂ ആണ്? ഓപ്ഷൻ എ പീക്ക് വോൾട്ടേജ് തെറ്റാണ്. പീക്ക് വോൾട്ടേജ് ഇതിനേക്കാൾ കൂടുതലായിരിക്കും. പീക്ക് വോൾട്ടേജ് VP = VRMS × √2 230 × √2. ഓപ്ഷൻ ബി ആവറേജ് വോൾട്ടേജ് തെറ്റാണ്. ഓപ്ഷൻ സി RMS വോൾട്ടേജ്. റൂട്ട് മീൻ സ്ക്വയർ ശരിയാണ്. എല്ലാ AC മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകളും അമീറ്റർ, വോൾട്ട്മീറ്റർ എന്നിവ അളക്കുന്നത് ACയുടെ RMS വാല്യൂ ആണ്. ഇതിനെ എഫക്റ്റീവ് വാല്യൂ എന്നും വിളിക്കാറുണ്ട്. ഓപ്ഷൻ ഡി ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് തെറ്റാണ്. ഹിൻഡ് DC തരുന്ന അതേ ഹീറ്റിംഗ് എഫക്റ്റ് തരാൻ ആവശ്യമായ AC വാല്യൂ ആണ് RMS വാല്യൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. ടോപ്പിക് വയർ ഓർ കേബിൾ കോർ ടൈപ്സ്. 3 ഫേസ് 4 വയർ സിസ്റ്റത്തിൽ 3 ഫേസ് 4 വയർ സിസ്റ്റം ഉപയോഗിക്കുന്ന കേബിളുകളിൽ ന്യൂട്രൽ കോറിൻ്റെ വലുപ്പം ഫേസ് കോറുകളെ അപേക്ഷിച്ച് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ ഫേസ് കോറിൻ്റെ അതേ വലുപ്പം തെറ്റാണ്. ഇത് സാധാരണ ബാലൻസ്ഡ് ലോഡുകളിൽ ആവശ്യമില്ല. ഓപ്ഷൻ ബി ഫേസ് കോറിൻ്റെ പകുതി വലുപ്പം ശരിയാണ്. ഇതിനെ 3.5 കോർ കേബിൾ എന്നും വിളിക്കുന്നു. ഇതിൽ 3 ഫേസ് വയറുകൾ ഒരേ വലുപ്പത്തിലും ന്യൂട്രൽ വയർ ഫേസ് വയറിൻ്റെ കൃത്യം പകുതി ക്രോസ് സെക്ഷണൽ ഏരിയയിലും ആയിരിക്കും നിർമ്മിക്കുന്നത്. ഓപ്ഷൻ സി ഫേസ് കോറിൻ്റെ ഇരട്ടി വലുപ്പം. ഓപ്ഷൻ ഡി വലുപ്പത്തിൽ യാതൊരു നിയമവുമില്ല തെറ്റാണ്. ഹിൻഡ് അൺബാലൻസ്ഡ് ലോഡ് കാരണം ന്യൂട്രലിലെ കുറഞ്ഞ കറന്റ് മാത്രമേ ഒഴുകുകയുള്ളൂ എന്നതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. ടോപ്പിക് സേഫ്റ്റി ഡിവൈസസ് EED ELCB. വീടുകളിൽ ഉണ്ടാകുന്ന ചെറിയ എർത്ത് ലീക്കേജ് കറന്റ് ശരീരത്തിൽ കറന്റ് അടിച്ച് ഷോക്ക് ഏൽക്കുന്നത് തിരിച്ചറിഞ്ഞ് മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ സപ്ലൈ ഓഫ് ചെയ്യുന്ന സുരക്ഷാ ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ തെറ്റാണ്. ഇത് ഓവർലോഡിനും ഷോർട്ട് സർക്യൂട്ടിനും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ബി RCCB ഓർ ELCB. ഉത്തരം ശരിയാണ്. റെസിഡ്യുവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ RCCB അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ELCB മനുഷ്യരെ ഷോക്കിൽ നിന്നും ഇലക്ട്രിക്കൽ ഫയറിൽ നിന്നും സംരക്ഷിക്കുന്നു. സാധാരണ വീടുകളിൽ 30 മില്ലിയാംപിയർ റേറ്റിംഗ് ഉള്ളവയാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി ഫ്യൂസ് തെറ്റാണ്. ചെറിയ ലീക്കേജ് കറന്റിൽ ഫ്യൂസ് ഉരുകുകയില്ല. ഓപ്ഷൻ ഡി ഐസൊലേറ്റർ തെറ്റാണ്. ഇത് വെറും ഒരു മാനുവൽ സ്വിച്ച് മാത്രമാണ്. ഹിൻഡ് വയറിംഗ് ചെയ്യുമ്പോൾ മെയിൻ സ്വിച്ചിന് ഒപ്പം ഘടിപ്പിക്കുന്ന ടെസ്റ്റ് ബട്ടൺ ഉള്ള ഡിവൈസ് ഓർക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5. ടോപ്പിക് സെമി കണ്ടക്ടർ ഡോപ്പിംഗ് ടൈപ്സ്. ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് പെൻറ്റാവാലന്റ് 5 വാലൻസ് ഇലക്ട്രോണുകൾ ഉള്ള ഫോസ്ഫറസ്, ആഴ്സനിക് പോലുള്ളവ ചേർത്താൽ ലഭിക്കുന്ന സെമി കണ്ടക്ടറുകൾ ഏത് ടൈപ്പാണ്? ഓപ്ഷൻ എ P ടൈപ്പ് സെമി കണ്ടക്ടർ തെറ്റാണ്. ഇതിൽ ഹോൾസ് ആണ് കൂടുതൽ ഉണ്ടാകുക. ട്രൈവാലന്റ് ഇംപ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുക. ഓപ്ഷൻ ബി N ടൈപ്പ് സെമി കണ്ടക്ടർ. ഉത്തരം ശരിയാണ്. 5 ഇലക്ട്രോണുകൾ ഉള്ള മൂലകം ചേർക്കുമ്പോൾ ബോണ്ട് ഉണ്ടാക്കിയ ശേഷം ഒരു ഇലക്ട്രോൺ ഫ്രീ ആയി ബാക്കി വരുന്നു. അതുകൊണ്ട് ഇതിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ കൂടുകയും N ടൈപ്പ് സെമി കണ്ടക്ടർ ആകുകയും ചെയ്യുന്നു.
ഓപ്ഷൻ സി ഇൻട്രൻസിക് സെമി കണ്ടക്ടർ തെറ്റാണ്. ഇത് പ്യുവർ സെമി കണ്ടക്ടറിൻ്റെ പേരാണ്. ഓപ്ഷൻ ഡി ഇൻസുലേറ്റർ, അതും ഉത്തരം തെറ്റാണ്. ഹിന്റ് ഇലക്ട്രോണുകൾ അധികം ഉണ്ടാകുന്നത് കൊണ്ട് നെഗറ്റീവ് എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരം ഓർക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6 ടോപ്പിക് പവർ ഫാക്ടർ ബേസിക്സ്. ഒരു AC സർക്യൂട്ടിലെ പവർ ഫാക്ടർ എന്നത് എന്തിൻ്റെയൊക്കെ അനുപാതമാണ്? ഓപ്ഷൻ എ ട്രൂ പവർ ഓർ അപ്പാരൻറ്റ് പവർ. ഉത്തരം ശരിയാണ്. ഇതിൻ്റെ പരമാവധി വാല്യൂ 1 ഓർ 1 യൂണിറ്റി ആയിരിക്കും. ഓപ്ഷൻ ബി അപ്പാരൻറ്റ് പവർ ഓർ ട്രൂ പവർ തെറ്റാണ്. ഇത് തിരിച്ചു നൽകിയിരിക്കുന്ന രൂപമാണ്. ഓപ്ഷൻ സി റിയാക്റ്റീവ് പവർ ബൈ ട്രൂ പവർ തെറ്റാണ്. ഓപ്ഷൻ ഡി വോൾട്ടേജ് പെർ കറന്റ്, ഇതും തെറ്റാണ്. ഇത് ഇംപിഡൻസ് ആണ്. ഹിന്റ് സർക്യൂട്ടിലെ റെസിസ്റ്റൻസും ടോട്ടൽ ഇംപിഡൻസും തമ്മിലുള്ള റിലേഷൻ കൂടിയാണ് ഇത് R/Z. ക്വസ്റ്റ്യൻ നമ്പർ 7 ടോപ്പിക് കേബിൾ ജോയിൻറ്റിംഗ്. ഓവർഹെഡ് ലൈനുകളിൽ അലുമിനിയം കണ്ടക്ടറുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ജോയിന്റ് ഏതാണ്? ഓപ്ഷൻ എ ബ്രിട്ടാനിയ ജോയിന്റ് തെറ്റാണ്. ഇത് കോപ്പർ വയറുകൾക്കാണ് ഉപയോഗിക്കാറ്. ഓപ്ഷൻ ബി വെസ്റ്റേൺ യൂണിയൻ ജോയിന്റ് തെറ്റാണ്. ഓപ്ഷൻ സി മാരീഡ് ജോയിന്റ്, അതും തെറ്റാണ്. ഇത് ഫ്ലെക്സിബിൾ വയറുകൾക്കാണ് നല്ലത്. ഓപ്ഷൻ ഡി സാക്രിഫൈഡ് ജോയിന്റ്, ടിഷ് ജോയിന്റ്. റീസൺ എങ്കിലും ഓവർഹെഡ് ഹൈ ടെൻഷൻ ലൈനുകളിൽ ഇപ്പോഴത്തെ മാനദണ്ഡപ്രകാരം കംപ്രഷൻ സ്ലീവുകൾ ആണ് ഉപയോഗിക്കുന്നത്. സിലബസ് തിയറി പ്രകാരം ടെൻഷൻ താങ്ങാൻ വെസ്റ്റേൺ യൂണിയൻ കോപ്പറിനും ബ്രിട്ടാനിയ ടെലഫോൺ ലൈനുകൾക്കും ചോദിക്കാറുണ്ട്. കറക്ഷൻ PSC ഫാക്ട്. ഓവർഹെഡ് ലൈൻ നീട്ടാൻ ടു എക്സ്റ്റെൻഡ് ലെങ്ത് ഉപയോഗിക്കുന്ന പ്രധാന ജോയിന്റ് വെസ്റ്റേൺ യൂണിയൻ ജോയിന്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ടോപ്പിക് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഫോം ഫാക്ടർ. ഒരു പ്യുവർ സൈൻ വേവ് AC സപ്ലൈയുടെ ഫോം ഫാക്ടർ വാല്യൂ എത്രയാണ്? ഓപ്ഷൻ എ 1 തെറ്റാണ്. ഇത് സ്ക്വയർ വേവിൻ്റെ ഫോം ഫാക്ടർ ആണ്. ഓപ്ഷൻ ബി 1.11 ഉത്തരം ശരിയാണ്. ഫോം ഫാക്ടർ RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. സൈൻ വേവിൻ്റെ കാര്യത്തിൽ ഇത് 0.707 ഇൻറ്റു VP divided by 6.37 into VP സമം 1.11 ആണ്. RMS വാല്യൂ സൈൻ വേവിൻ്റെ 0.707 ആണ്. ആവറേജ് വാല്യൂ 6.37 ആണ്. ഓപ്ഷൻ സി 1.414 തെറ്റാണ്. ഇത് പീക്ക് ഫാക്ടർ ആണ്. ഓപ്ഷൻ ഡി 0.707 തെറ്റാണ്. ഹിന്റ് ഇലക്ട്രിക്കൽ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനുകളിൽ 11 kV, 66 kV, 110 kV ഒക്കെ 11ൻ്റെ ഗുണിതങ്ങൾ വരാൻ കാരണം ഈ 1.11 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 ടോപ്പിക് ഓംസ് ലോ ലിമിറ്റേഷൻ. താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് ഓം നിയമം പൂർണ്ണമായും ബാധകമാകുന്നത്? ഓപ്ഷൻ എ താപനില മാറുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നു. ഉത്തരം തെറ്റാണ്. താപനില മാറിയാൽ റെസിസ്റ്റൻസ് മാറും, അപ്പോൾ ഓം നിയമം തെറ്റും. ഓപ്ഷൻ ബി താപനിലയും മറ്റു ഭൗതിക സാഹചര്യങ്ങളും സ്ഥിരമായിരിക്കുമ്പോൾ. ഉത്തരം ശരിയാണ്. ഓം നിയമത്തിൻ്റെ പ്രധാന നിബന്ധന അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നതാണ്. ഓപ്ഷൻ സി വാക്വം ട്യൂബുകളിൽ തെറ്റാണ്. അവ നോൺ ലീനിയർ ആണ്. ഓപ്ഷൻ ഡി സെലീനിയം റെക്ടിഫയറുകളിൽ തെറ്റാണ്. നിയമത്തിൻ്റെ നിർവചനത്തിൽ തന്നെ ഈ വാചകമുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 10 ടോപ്പിക് റെസിസ്റ്റൻസ് ഓഫ് എർത്ത്. ഒരു നല്ല എർത്തിങ് സിസ്റ്റത്തിൻ്റെ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ എത്രയായിരിക്കും? ഓപ്ഷൻ എ
വളരെ ഉയർന്ന വാല്യൂ വെരി ഹൈ തെറ്റാണ്. റെസിസ്റ്റൻസ് കൂടിയാൽ കറന്റ് മണ്ണിലേക്ക് ഇറങ്ങില്ല. ഓപ്ഷൻ ബി സാധ്യമാകുന്നത്ര കുറവ് ആസ് ലോ ആസ് പോസിബിൾ റീസൺസ് ഉത്തരം ശരിയാണ്. എർത്ത് റെസിസ്റ്റൻസ് എപ്പോഴും 0-ത്തിനടുത്തായിരിക്കണം. പ്രാക്ടിക്കലായി വലിയ പവർ സ്റ്റേഷനുകളിൽ 0.5 ഓം, വീടുകളിൽ 1 മുതൽ 5 ഓം വരെ. എങ്കിൽ മാത്രമേ ലീക്കേജ് കറന്റ് എളുപ്പത്തിൽ മണ്ണിലേക്ക് ഒഴുകുകയുള്ളൂ. ഓപ്ഷൻ സി 100 ഓംസ് തെറ്റാണ്. ഓപ്ഷൻ ഡി ഇൻഫിനിറ്റി തെറ്റാണ്. ഹിന്റ് കറന്റിനെ എപ്പോഴും റെസിസ്റ്റൻസ് കുറഞ്ഞ റൂട്ടിലൂടെ ഒഴുകാനാണ് താൽപ്പര്യം. അടുത്ത ക്വസ്റ്റ്യൻ ടോപ്പിക് ഇലക്ട്രിക്കൽ സേഫ്റ്റി വയർമാൻ കോഡ്സ്. ഇലക്ട്രിക്കൽ വയറിങ്ങിൽ മെയിൻ സ്വിച്ചും ഫ്യൂസും എപ്പോഴും ഏത് വയറിലാണ് ഘടിപ്പിക്കേണ്ടത്? ഓപ്ഷൻ എ ന്യൂട്രൽ വയർ തെറ്റാണ്. ന്യൂട്രലിൽ ഫ്യൂസ് വെച്ചാൽ അത് ഉരുകിയാലും ലൈനിൽ കറന്റ് ബാക്കി നിൽക്കും. ഇത് ഷോക്ക് അടിക്കാൻ കാരണമാകും. ഓപ്ഷൻ ബി ഫേസ് ലൈവ് വയർ ഉത്തരം ശരിയാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സ്വിച്ചുകളും ഫ്യൂസുകളും എപ്പോഴും കറന്റ് വരുന്ന ഫേസ് ലൈവ് വയറുകളിൽ മാത്രമേ നൽകുവാൻ പാടുള്ളൂ. ഓപ്ഷൻ സി എർത്ത് വയർ തെറ്റാണ്. എർത്ത് വയർ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓപ്ഷൻ ഡി ന്യൂട്രലിലും എർത്തിലും ഒരേ സമയം തെറ്റാണ്. ഓഫ് ചെയ്ത ശേഷവും ഹോൾഡറിൽ കറന്റ് വരാതിരിക്കാൻ സ്വിച്ച് ഫേസിൽ തന്നെ കൊടുക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 12 ടോപ്പിക് എ സി സർക്യൂട്ട്സ്. പ്യുവർ ഇൻഡക്ടർ. ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കറന്റും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് റിലേഷൻ എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ രണ്ടും ഒരേ ഫേസിലായിരിക്കും, ഇൻ ഫേസ് ആയിരിക്കും. തെറ്റാണ്. ഇത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലാണ് സംഭവിക്കുക. ഓപ്ഷൻ ബി കറന്റ് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി മുന്നിലായിരിക്കും, ലീഡ് ചെയ്യുന്നു. തെറ്റാണ്. ഇത് കപ്പാസിറ്റീവ് സർക്യൂട്ടിലാണ് സംഭവിക്കുക. ഓപ്ഷൻ സി കറന്റ് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി ലാഗ് ആയിരിക്കും. ഉത്തരം ശരിയാണ്. ഇൻഡക്ടർ കറന്റിന്റെ മാറ്റത്തെ ചെറുക്കുന്നതിനാൽ പ്യുവർ ഇൻഡക്ടറിൽ കറന്റ് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി പുറകിലായിരിക്കും, ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ്. ഓപ്ഷൻ ഡി ഫേസ് വ്യത്യാസം 180 ഡിഗ്രി ആയിരിക്കും. തെറ്റാണ്. ഹിന്റ് സിവിൽ എന്ന വാർക്ക് ഓർക്കുക. കപ്പാസിറ്റർ ഐ മുന്നിൽ ലീഡ്സ് വി, വി മുന്നിൽ ലീഡ്സ് ഐ, എല്ലിൽ ഇൻഡക്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 13 ടോപ്പിക് എനർജി മീറ്റർ വർക്കിംഗ്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന എനർജി മീറ്റർ കിലോ വാട്ട് അവർ മീറ്റർ ഏതുതരം ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്? ഓപ്ഷൻ എ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് തെറ്റാണ്. ഇത് വോൾട്ട് മീറ്റർ, അമീറ്റർ പോലെ ആ സമയത്തെ അളവ് മാത്രം കാണിക്കുന്നതാണ്. ഓപ്ഷൻ ബി ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ശരിയാണ്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഉപയോഗിക്കുന്ന ആ ഊർജം കൂട്ടി വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാണിക്കുന്ന മീറ്ററുകളെയാണ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ സി റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് തെറ്റാണ്. ഇത് ഗ്രാഫ് പേപ്പറിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ഡി അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് തെറ്റാണ്. ഹിന്റ് പഴയ റീഡിങ്ങും പുതിയ റീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എടുത്താണ് നമ്മൾ കറന്റ് ബില്ല് കാണുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14 വയർ ജോയിൻസ്. എപ്പോക്സീസ്. അണ്ടർഗ്രൗണ്ട് കേബിളുകൾ ജോയിൻ ചെയ്ത ശേഷം ഈർപ്പവും മോയ്സ്ചർ വെള്ളവും അകത്ത് കടക്കാതിരിക്കാൻ ജോയിൻ ബോക്സിൽ നിറയ്ക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ഓപ്ഷൻ എ ബിറ്റുമിനസ് കോമ്പൗണ്ട് ഓർ ഇപ്പോക്സി റെസിൻ ശരിയാണ്. ഹൈ വോൾട്ടേജ് UG കേബിളുകളിൽ ഇൻസുലേഷനും വാട്ടർ പ്രൂഫിങ്ങിനുമായി ബിറ്റുമിനസ് കോമ്പൗണ്ട് അല്ലെങ്കിൽ എപ്പോക്സി റെസിൻ മിശ്രിതമാണ് ഒഴിക്കുന്നത്. ഓപ്ഷൻ ബി പോർക്കലിൻ പൗഡർ തെറ്റാണ്. ഓപ്ഷൻ സി PVC ഗ്ലൂ തെറ്റാണ്. ഓപ്ഷൻ ഡി ലീഡ് മെറ്റൽ തെറ്റാണ്. ഹിന്റ് ഇത് ചൂടാക്കി ദ്രാവക രൂപത്തിൽ ജോയിൻ കിറ്റിലേക്ക് ഒഴിച്ച് കട്ടിയാക്കുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15 ടോപ്പിക് കിർച്ചോഫ്സ് ലോ ആപ്ലിക്കേഷൻസ്. കിർച്ചോഫിന്റെ കറന്റ് നിയമം KCL സർക്യൂട്ടിലെ ഏത് ഘടനയിലാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ മെഷ് തെറ്റാണ്. മെഷ് അനാലിസിസിൽ KVL ആണ് ഉപയോഗിക്കുന്നത്, KCL അല്ല. ഓപ്ഷൻ ബി നോഡ് ഓർ ജംഗ്ഷൻ ശരിയാണ്. ഒന്നിലധികം വയറുകൾ വന്ന് മുട്ടുന്ന നോഡ് അല്ലെങ്കിൽ ജംഗ്ഷനുകളിലാണ് നോഡൽ അനാലിസിസ് വഴി KCL ഉപയോഗിക്കുന്നത്. ഇൻകമിംഗ് കറന്റ് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറന്റ്. ഓപ്ഷൻ സി ഓപ്പൺ ലൂപ്പ് തെറ്റാണ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല, അതും തെറ്റാണ്.
ഹിന്റ് കറന്റുകൾ വന്നുചേരുന്ന കവലകളെ ഓർക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 16 ടോപ്പിക് റെസിസ്റ്റൻസ് ആൻഡ് ലെങ്ത് റിലേഷൻസ്. ഒരു കോപ്പർ കമ്പിയുടെ നീളം മാറ്റാതെ അതിനെ വലിച്ചു നീട്ടി സ്ട്രെച്ച് ചെയ്ത് അതിൻ്റെ നീളം കൃത്യം 2 മടങ്ങ് ആക്കിയാൽ അതിൻ്റെ ന്യൂ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഓപ്ഷൻ എ 2 മടങ്ങ്. തെറ്റാണ്. വെറുതെ നീളം കൂട്ടുകയല്ല ചെയ്തത്, വലിച്ചു നീട്ടുകയാണ് ചെയ്തത്. ഓപ്ഷൻ ബി 4 മടങ്ങ് ശരിയാണ്. ഒരു വയർ വലിച്ചു നീട്ടുമ്പോൾ നീളം കൂടുമ്പോൾ തന്നെ അതിൻ്റെ കനം കുറയുകയും ചെയ്യും. ആർ ന്യൂ = n സ്ക്വയർ ആണ്. ഇവിടെ നീളം 2 മടങ്ങായതിനാൽ റെസിസ്റ്റൻസ് 2 സ്ക്വയർ = 4 മടങ്ങായി വർദ്ധിക്കും. ഓപ്ഷൻ സി പകുതിയാകും. തെറ്റാണ്. ഓപ്ഷൻ ഡി മാറ്റമില്ലാതെ തുടരും. തെറ്റാണ്. ഹിന്റ് സ്ട്രെച്ച്ഡ് അഥവാ വലിച്ചു നീട്ടി എന്ന് ചോദ്യത്തിൽ കണ്ടാൽ എപ്പോഴും സ്ക്വയർ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 17 സെമി കണ്ടക്ടർ ഡയോഡ്. ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസ് അവസ്ഥയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഓപ്ഷൻ എ ഒരു ഓപ്പൺ സ്വിച്ച് പോലെ, ഹൈ റെസിസ്റ്റൻസ്. തെറ്റാണ്. ഇത് റിവേഴ്സ് ബയസിലാണ് സംഭവിക്കുക. ഓപ്ഷൻ ബി ഒരു ക്ലോസ്ഡ് സ്വിച്ച് പോലെ, ലോ റെസിസ്റ്റൻസ്. ശരിയാണ്. ഫോർവേഡ് ബയസിൽ പിക്ക് പോസിറ്റീവും Nന് നെഗറ്റീവും വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഡയോഡിൻ്റെ പ്രതിരോധം 0-ത്തിനടുത്താവുകയും അത് കറന്റിനെ എളുപ്പത്തിൽ കടത്തിവിടുകയും ചെയ്യുന്നു. ഓപ്ഷൻ സി ഒരു ഇൻസുലേറ്റർ പോലെ. തെറ്റാണ്. ഓപ്ഷൻ ഡി വോൾട്ടേജ് കൂടിയാലും കറന്റ് കടത്തിവിടില്ല. തെറ്റാണ്. ഹിന്റ് ഡയോഡുകൾ 1 വേ വാൽവുകൾ പോലെയാണ്. ഒരു ദിശയിലേക്ക് മാത്രം കറന്റ് കടത്തിവിടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 18 പവർ ഫാക്ടർ കറക്ഷൻ. ഇൻഡസ്ട്രിയൽ ലോഡുകൾ കാരണം കുറഞ്ഞുപോകുന്ന പവർ ഫാക്ടർ കൂട്ടി മെച്ചപ്പെടുത്തുവാൻ സപ്ലൈ ലൈനുകൾക്ക് പാരലൽ ആയി ഘടിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ ഇൻഡക്ടർ. തെറ്റാണ്. ഇൻഡക്ടർ പവർ ഫാക്ടറിൽ വീണ്ടും കുറയും. ഓപ്ഷൻ ബി കപ്പാസിറ്റർ ബാങ്ക്. ശരിയാണ്. ലോഡുകൾ കാരണം ഉണ്ടാകുന്ന ലാഗിംഗ് കറന്റിനെ ശരിയാക്കാൻ ലീഡിംഗ് കറന്റ് തരുന്ന കപ്പാസിറ്റർ ബാങ്ക്സ് സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് പാരലൽ ആയി ലൈനിൽ കണക്ട് ചെയ്യുന്നു. ഓപ്ഷൻ സി റെസിസ്റ്റർ. തെറ്റാണ്. ഓപ്ഷൻ ഡി ട്രാൻസ്ഫോമർ. ഉത്തരം തെറ്റാണ്. ഹിന്റ് ഫാക്ടറികളിലും വലിയ സബ്സ്റ്റേഷനുകളിലും APFC ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കൺട്രോൾ പാനലുകളിൽ ഇത് കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 19 ടോപ്പിക് വയർ റേറ്റിംഗ് സ്റ്റാൻഡേർഡ് വയർ സ്പെസിഫിക്കേഷൻ. ഒരു വയറിൻ്റെ പാക്കറ്റിനു മുകളിലായി 7/20 എന്ന് എഴുതിയിരിക്കുന്നു. ഇതിൽ ആദ്യത്തെ അക്കമായ 7 എന്താണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ വയറിൻ്റെ ആകെ നീളം. തെറ്റാണ്. ഓപ്ഷൻ ബി വയറിലെ ആകെ കമ്പികളുടെ എണ്ണം, നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്. ശരിയാണ്. ഇങ്ങനെയുള്ള നൊട്ടേഷനിൽ ഉദാഹരണത്തിന് 7/20, 3/22 ആദ്യത്തെ അക്കം സ്ട്രാൻഡുകളുടെ കമ്പികളുടെ എണ്ണവും രണ്ടാമത്തെ അക്കം ഓരോ കമ്പിയുടെയും ഗേജ് നമ്പറും ആണ് കാണിക്കുന്നത്. ഓപ്ഷൻ സി വോൾട്ടേജ് റേറ്റിംഗ്. തെറ്റാണ്. ഓപ്ഷൻ ഡി കറന്റ് റേറ്റിംഗ്. തെറ്റാണ്. ഹിന്റ് 7 കമ്പികൾ പിരിച്ചുണ്ടാക്കിയ 20 ഗേജ് വയർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 20 ടോപ്പിക് പവർ റേറ്റിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ്. ഇലക്ട്രിക് വയറിങ്ങിലും എക്യുപ്മെൻറ്റുകളിലും റെസിസ്റ്ററുകൾ വാങ്ങുമ്പോൾ ഓം വാല്യൂ കൂടാതെ നോക്കേണ്ട മറ്റു പ്രധാന റേറ്റിംഗ് എന്താണ്? ഓപ്ഷൻ എ വോൾട്ടേജ് റേറ്റിംഗ്. തെറ്റാണ്. ഓപ്ഷൻ ബി വാട്ടേജ് പവർ റേറ്റിംഗ്. ശരിയാണ്. ഒരു റെസിസ്റ്ററിന് കേടുപാടുകൾ കൂടാതെ എത്രത്തോളം ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാൻ കഴിയും എന്ന് കാണിക്കുന്നത് അതിൻ്റെ പവർ റേറ്റിംഗ് അഥവാ വാട്ടേജ് റേറ്റിംഗ് ആണ്. ഉദാഹരണത്തിന് 1/4 വാട്ട്, 1 വാട്ട്, 5 വാട്ട് റെസിസ്റ്ററുകൾ. ഓപ്ഷൻ സി കറന്റ് റേറ്റിംഗ്. തെറ്റാണ്. ഫ്രീക്വൻസി റേറ്റിംഗ്. തെറ്റാണ്. ഹിന്റ് റെസിസ്റ്ററിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വാട്ടേജ് റേറ്റിംഗും കൂടും.